ഹലോ ഗൈസ്, കുറച്ച് ദിവസം എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. കാരണം ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. സ്വാഭാവികം. സ്വന്തം കുഞ്ഞിനെ തനിച്ചാക്കി സ്പേസിലേക്ക് പോകേണ്ടി വന്ന ഒരച്ഛന്റെ കരളലിയിപ്പിക്കുന്ന കഥയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഒരു ദിവസം രാത്രി ചെന്നൈ സിറ്റിയിലേക്ക് ഒരു ഉൽക്ക വന്ന് പതിക്കുന്നതോടെയാണ് നമ്മുടെ കഥ ആരംഭിക്കുന്നത്. ഉടൻ തന്നെ സ്പേസ് സെന്ററിലെ ഓഫീസേഴ്സും ഇന്ത്യൻ മിലിറ്ററിയും ചേർന്ന് ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചു. എന്തിനാണ് ഈ മീറ്റിംഗ് സംഘടിപ്പിച്ചതെന്ന് ഇവര് തന്നെ നിങ്ങളോട് പറയും. 2 ദിവസം മുമ്പ് വീണ ആസ്ട്രോയിഡിന്റെ സൈസ് 8 സ്ക്വയർ ഫീറ്റ് ആണ്. ഇത് 60 കിലോമീറ്റർ സ്ക്വയർ ഫീറ്റ് ആണ്. ഇങ്ങനെ ഒരു യൂണിറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല, എന്തായാലും ഞാൻ കേട്ടിട്ടില്ല. ഇത് 60 കിലോമീറ്റർ സ്ക്വയർ ഫീറ്റ് ആണ്. സ്പേസ് എന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ യൂണിറ്റ് അടിച്ചു വിടണ്ടേ? സോ അവരുടെ വായി തോന്നി യൂണിറ്റ് ഒക്കെ അടിച്ചു വിട്ടു. നമ്മൾ ഇതൊക്കെ ഇരുന്ന് വിശ്വസിക്കുന്നവര് വിചാരിച്ചു 60 കിലോമീറ്റർ സ്ക്വയർ ഫീറ്റ് ആണ്. 7 ദിവസത്തിനുള്ളിൽ ഭൂമിയിലേക്ക് ഒരു വലിയ ഉൽക്ക വന്ന് വീഴും. അത് വീണാൽ 4 കോടിയിലധികം ജനങ്ങൾ മരിച്ചു പോകും. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം. എന്നാൽ എല്ലാ പ്രശ്നത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടാകുമല്ലോ. ഈ പ്രശ്നത്തിന്റെ സൊല്യൂഷനുമായി നമ്മുടെ കഥയിലേക്ക് കടന്നു വരികയാണ് ദി ബ്രില്യന്റ് ജീനിയസ് മാൻ രാമൻ കുട്ടി, ദി ചീഫ്. രാമേട്ടൻ വന്നിട്ട് ഒരു ജാതി പട്ടി ഷോ അങ്ങോട്ട് ഇറക്കും. ഇന്ത്യ അതിർത്തിക്കുള്ളിൽ എവിടെ വീണാലും നമുക്ക് അത് കണ്ട് നോക്കി ചുമ്മാതിരിക്കാൻ പറ്റില്ല. ഉൽക്ക വരുന്നതിന്റെ ആനിമേഷൻ വീഡിയോ ഒക്കെ കയ്യിൽ വെച്ചിട്ടാണ് മൂപ്പരുടെ വരവ്. സോ ഇങ്ങനെ പറയുന്നത് പ്രകാരം ഈ ഉൽക്ക ഭൂമിയിലേക്ക് വരുന്നതിന് മുന്നേ ഒരു ഹൈ എക്സ്പ്ലോസീവ് മിസൈൽ ഉപയോഗിച്ച് ഉൽക്കയിലെ വീക്കസ്റ്റ് പോയിന്റിലേക്ക് ഒരു എക്സ്പ്ലോഷൻ നടത്തിയാൽ ഉൽക്ക ചക്ക് നടുക്ക് വെച്ച് വെട്ടിയ പോലെ 2 പിളർന്ന് ഭൂമിയെ തൊടാതെ അകന്നു പോകും എന്നാണ് ഇങ്ങനെ പറയുന്നത്. ഒരു സ്ഫോടനം നടന്നാൽ അവിടെ വലിയൊരു പൊട്ടിത്തെറിയാണ് ഉണ്ടാവുക. അല്ലാതെ ചക്ക നടുവെന്ന് വെട്ടി 2 പീസാവണ പോലെ ഒരിക്കലും ഉൽക്കയെ പിളർക്കാൻ പറ്റില്ല. അത് അങ്ങേർക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക്. ചീഫിന്റെ പ്ലാൻ കേട്ട് എല്ലാവരും ഒരു നിമിഷം അഭിമാനം കൊണ്ട് എഴുന്നേറ്റ് നിന്നു. അപ്പോഴാണ് ഈ പ്ലാൻ നടപ്പാക്കാൻ വേണ്ട മിസൈൽ മാത്രം നമ്മുടെ കയ്യിലില്ല എന്ന് ചീഫ് പറയുന്നത്. മിസൈൽ ഇരിക്കുന്നത് ചൈനക്കാരന്റെ കയ്യിലാണ്. സോ ആരും അത് അടിച്ചു മാറ്റാതിരിക്കാൻ വേണ്ടി നമ്മുടെ ചൈനക്കാരൻ അത് സ്പേസ് സെന്ററിലാണ് വെച്ചിരിക്കുന്നത്. ഇനി വെറും 6 ദിവസം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. സോ 4 കോടി ജനങ്ങൾ 6 ദിവസം. എത്രയും പെട്ടെന്ന് ചൈനക്കാരുടെ കയ്യിൽ നിന്നും ആ മിസൈൽ അടിച്ചു മാറ്റണം. അതിനുവേണ്ടി ഏറ്റവും മികച്ച കള്ളനെ കണ്ടുപിടിക്കാൻ ചീഫ് തന്റെ ടീമിനോട് പറയുകയാണ്. ആ വാൾട്ട് ഭേദിക്കാൻ നമ്മളൊരു മോഷ്ടാവിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകണം. എന്തൊക്കെയാണ് നടക്കുന്നത്? എന്തായാലും പ്രമുഖ കള്ളന്മാരുടെ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ മീശമാധവനാണെങ്കിൽ ചേക്കുന്ന് പുറത്തോട്ട് ഒരു പരിപാടിക്കും വരില്ല. മുള്ളാണിപ്പാപ്പൻ പിന്നെ റിട്ടയർഡായി. തൊരപ്പം കൊച്ചുണ്ടി മിസ്സിംഗ് ആണ്. അതുകൊണ്ട് തന്നെ പറ്റിയ കള്ളന്മാരൊന്നും നമുക്ക് കിട്ടാനില്ല. അപ്പോഴാണ് നമ്മുടെ നായകൻ കോപ്പറിനെ പറ്റി ചീഫ് മനസ്സിലാക്കുന്നത്. ജയിലിൽ കിടക്കുന്ന കോപ്പറിന് ഒരു മകനുണ്ട്. തന്റെ മാജിക് ട്രിക്കുകൾ ഉപയോഗിച്ചാണ് കോപ്പർ മോഷണം നടത്തുന്നത്. കോപ്പറിന്റെ ടീമിലെ മറ്റു 2 പേരാണ് ഈ ഡോലു ആൻഡ് ബോലു. ഒരൊറ്റ ടാബ് വെച്ച് വേൾഡ് കപ്പ് വരെ ഹാക്ക് ചെയ്യാൻ കഴിവുള്ളവരാണ് ഈ ഡോലുവും ബോലും. ഇവരുടെയൊക്കെ കഴിവ് കണ്ട് ഇംപ്രസ്ഡ് ആയ നമ്മുടെ ചീഫ് ഈ ടീമിനെ മിസൈൽ മോഷണത്തിനായി സ്പേസിലേക്ക് അയക്കാൻ തീരുമാനിക്കുകയാണ്. കലികാലം അല്ലാതെ എന്താ പറയാ. മുന്നേ ഭൂമിയിലായിരുന്നു കള്ളത്തരങ്ങൾ നടന്നുണ്ടായിരുന്നു. ഇപ്പൊ പോലീസുകാർ കള്ളന്മാരെ നേരെ സ്പേസിലേക്ക് അയക്കുകയാണ് കക്കാൻ വേണ്ടിയിട്ട്. ഒറ്റ നോട്ടത്തിൽ ഇവർ വീഗാലാൻഡിൽ വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് നമ്മൾ കരുതു. പക്ഷെ ഇത് സ്പേസിലേക്ക് പോകാനുള്ള ട്രെയിനിങ് ആണ് ഗായ്സ്. സ്പേസിലേക്ക് പോകാൻ വേണ്ടി ഇവരെന്തിനാണ് PUBG ഒക്കെ കളിക്കുന്നത് എനിക്കറിയില്ല. എന്തായാലും കണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. 6 ദിവസം കൊണ്ട് നമ്മുടെ കള്ളന്മാരുടെ ടീം ട്രെയിനിങ് മൊത്തം പൂർത്തിയാക്കി സ്പേസിലേക്ക് പോവുകയാണ്. ഓ വാവ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവര് സ്പേസിൽ ചെലവിടുന്ന ഓരോ നിമിഷവും എർത്തിൽ ഓരോ മണിക്കൂറുകളാണ്. അതായത് ഈ പടം ഇവിടുന്ന് അങ്ങോട്ട് ഒടുക്കത്തെ ലാഗാണ് എന്നർത്ഥം. സോ സാഡ്. കോപ്പറിന്റെ മകനെ ഏതോ ഒരുത്തൻ തട്ടിക്കൊണ്ടു പോയിരിക്കുകയാണ് ഗായ്സ്. കുട്ടിയെ വിട്ടുകിട്ടണമെങ്കിൽ ചൈനക്കാരന്റെ കയ്യിൽ നിന്നും ആ മിസൈൽ എടുത്ത് അവന്റെ ആൾക്കാർക്ക് കൊടുക്കണം. ഈ ശബ്ദം ഞാൻ എവിടെയോ. ഇത് നമ്മുടെ ചീഫല്ലേ? ശരീരം ചിന്നിച്ചിതറി മരിച്ചു പോകും. ചീഫ് മിമിക്രിയിലൊരു പരാജയമാണ് കേട്ടോ. ഇതെങ്ങനെ മനസ്സിലായി? ചീഫ് മിമിക്രി വോയിസിൽ കോപ്പറിനോട് ആദ്യം പോയിട്ട് ഫ്യൂവൽ സപ്ലൈ കട്ടാക്കി വിടാൻ പറയും. കോപ്പർ അതുപോലെ തന്നെ ഫ്യൂവലിന്റെ വയറ് കട്ട് ചെയ്ത് വിടും. എന്നോടാ കളി. എന്തായാലും ആ തകരപ്പാട്ട കൊണ്ടുണ്ടാക്കിയ ഷിപ്പ് മൂണിലെത്തി.
മിസൈൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്പേസ് സെന്ററിലേക്ക് ഇന്ധനം നിറയ്ക്കാൻ പോണം. അതാണ് പ്ലാൻ. കുറച്ച് പുക അങ്ങോട്ട് അടിച്ചു വിട്ടാ ഇവര് നിൽക്കുന്നത് സ്പേസ് സെന്ററിലാണെന്ന് നമ്മൾ വിശ്വസിക്കണം. സ്പേസ് സെന്ററിലെ ക്യാപ്റ്റൻ ലീ ഈ ടീമിനെ മൊത്തം അറസ്റ്റ് ചെയ്യുകയാണ്. എന്നാൽ നമ്മുടെ കോപ്പറിന് എന്താണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായ ധാരണയുണ്ട്. മിസൈൽ അടിച്ചു മാറ്റണമെങ്കിൽ ക്യാപ്റ്റൻ ലീയുടെ ഐ സ്കാൻ, ഫിംഗർ പ്രിന്റ്, ആധാർ കാർഡ് എല്ലാം വേണം. എന്തായാലും നമ്മുടെ കോപ്പർ ക്യാപ്റ്റന്റെ ഐ സ്കാനും ഫിംഗർ പ്രിന്റ് ഒക്കെ ഉപയോഗിച്ച് ലോക്കറിന്റെ ഉള്ളിലേക്ക് കയറും. എന്നിട്ട് കണ്ണാടി കഷ്ണം കൊണ്ട് മിസൈൽ മറച്ചു വെക്കും. ബുദ്ധിമാനായ നമ്മുടെ ചൈനക്കാരൻ ക്യാപ്റ്റൻ മിസൈൽ അന്വേഷിച്ച് പരക്കം പായുമ്പോൾ കോപ്പർ ആരും കാണാതെ സ്പേസ് സെന്ററിന്റെ പുറകു കൂടെ മിസൈൽ അടിച്ചോണ്ട് പോകും. ഈ മിസൈൽ ഒരു ചൂടിക്കയറിൽ കെട്ടി അത് വലിച്ച് ഇന്ത്യൻ സ്പേസ് ഷിപ്പിലേക്ക് ഇയാൾ കൊണ്ടുപോകും. ഓവർ സ്മാർട്ട് ആവുന്നൊന്നല്ല, ഗതികേട് കൊണ്ടാ. അതിന്റെ ഇടയ്ക്ക് വെച്ച് കോപ്പറിന്റെ ഓക്സിജൻ ബാഗ് പൊട്ടി ഓക്സിജൻ മുഴുവൻ ലീക്കാവും. എന്തോന്നടേ ഇത്? ഓക്സിജനൊക്കെ സിലിണ്ടറിലാക്കിയിട്ടല്ലേ വെക്കുക? ഇത് ബാഗിന്റെ ഉള്ളിൽ നിറച്ചു വെച്ചിരിക്കുകയാണ്. ഇത് ഓക്സിജൻ തന്നെയാണോ ലീക്ക് ആവണോ അതോ വേറെ വല്ലതും ആണെന്നാവും. അവിടത്തെ കാലാവസ്ഥ വേറെയാണ് പറയണേ. അങ്ങനെ എങ്ങനെയൊക്കെയോ ഈ കോപ്പർ അവന്റെ കയ്യിലുള്ള മിസൈൽ ഇന്ത്യൻ സ്പേസ് ഷിപ്പിലേക്ക് എത്തിക്കും. ഇനിയൊന്നുമില്ല, മിസൈൽ ലോഡാക്കുക, ഉൽക്ക തകർക്കുക. അപ്പോ മറ്റേ ചക്കവെട്ടിന്തി ഉൽക്ക ഭൂമിനെ തൊടാണ്ട് പോവും. അതാണ് പ്ലാൻ. അങ്ങനെ ഒടുക്കം ഉൽക്കയെ മിസൈൽ കൊണ്ട് തകർത്ത് നമ്മുടെ കോപ്പറും ടീമും മിഷൻ കംപ്ലീറ്റ് ചെയ്ത് എന്തോ ഒരു സാധനത്തിന് ഭൂമിക്ക് വരും. എങ്ങനെയൊക്കെയോ അങ്ങനെ മിഷൻ പാസ്സായി ചീഫ് സ്വയം വെടിവെച്ച് ചത്തു. മതി, നിങ്ങൾക്ക് മടുത്തെങ്കിൽ നിങ്ങൾക്ക് പോവാം.